ഇതുവരെയ്ക്കും ഞാൻ പറഞ്ഞ് പറ്റിച്ചു എന്ന് പറയില്ല, പക്ഷേ ഞാൻ ചതിക്കപ്പെട്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാര്യം എല്ലാവരും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് പെട്ടെന്നൊരു തടയിടേണ്ടത് മുഖ്യമന്ത്രിക്ക് ആവശ്യമായിരുന്നു. എനിക്കതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ മണ്ടനായിപ്പോയി. എൻ്റെ വായും എൻ്റെ കുടുംബത്തിൻ്റെ വായും അങ്ങ് അടച്ചു വെച്ചു. ഞാൻ മര്യാദയ്ക്കിരുന്നു. ശരി, കുഴപ്പമില്ല, നടക്കും. ഒരാഴ്ച അവർക്ക് മതിയായിരുന്നു. ഈ ഞാൻ മിണ്ടാതിരുന്ന ഒരാഴ്ച അവർ മാക്സിമം ചെയ്യേണ്ടതെല്ലാം ചെയ്തു. തെളിവ് നശിപ്പിക്കേണ്ടത് നശിപ്പിച്ചു. ഈ സമയത്ത് കുടുംബത്തിൻ്റെ അടച്ച് കെട്ടേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. അതവർ അതിൽ വിജയിച്ചു. എനിക്കതിൽ അവരെ ശരിക്കും പറഞ്ഞ് അഭിനന്ദിക്കുക തന്നെ വേണം. ആ കാര്യത്തിൽ അവരങ്ങ് വിജയിച്ചു. നമസ്കാരം. ചതിക്കപ്പെട്ടു എന്ന് ഒരച്ഛൻ പറയുക, ക്ലിഫ് ഹൗസിന് മുന്നിൽ പോയി സമരം ഇരിക്കുമെന്ന് പറയുക, പ്രതിപക്ഷ നേതാവിന്റെ വസതിയടക്കം കയറിയിറങ്ങി നടക്കുക, ജയപ്രകാശിനെ, സിദ്ധാർത്ഥന്റെ അച്ഛനെ ഇങ്ങനെ നിസ്സഹായനാക്കുന്നത് ആരാണ്? CBI അന്വേഷണം ഉറപ്പു നൽകിയത് മുഖ്യമന്ത്രിയാണ്. അതിനു മുകളിൽ അട്ടിമറിക്കാരുണ്ടോ? സൂപ്പർ മുഖ്യമന്ത്രിയുണ്ടോ? അതോ സിദ്ധാർത്ഥന്റെ കുടുംബം സംശയിക്കും പോലെ എല്ലാം ഒത്തുകളിയോ? വീഴ്ച പുറത്തു വരുമ്പോഴുള്ള സസ്പെൻഷൻ നടപടി വെറും നാടകമോ? ഈ വിഷയമാണ് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത്. വായ മൂടാനോ വിജ്ഞാപനം? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് ജിൻഡോ ജോൺ, BJPയിൽ നിന്ന് യുവരാജ് ഗോകുൽ, അഭിഭാഷകൻ പ്രിയദർശൻ തമ്പി, സിദ്ധാർത്ഥന്റെ അമ്മ MR ഷീബ, അമ്മാവൻ M ഷിബു എന്നിവരും എൻകൗണ്ടറിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം സിദ്ധാർത്ഥന്റെ മാതാവ് MR ഷീബയിലേക്ക്. ശ്രീമതി MR ഷീബ, ഇന്നിപ്പോൾ ജയപ്രകാശ് പറയുന്നുണ്ടായിരുന്നു സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചതിച്ചു എന്ന് പറയുന്നില്ല, പക്ഷെ പറ്റിക്കപ്പെട്ടു എന്ന ചിന്തയുണ്ട് എന്ന്. പിന്നീട് ഇന്ന് അതിദ്രുതം സർക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് കുടുംബാംഗങ്ങളായി നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. എന്താണ് തോന്നുന്നത്? സർക്കാരിൽ വിശ്വാസമുണ്ടെന്നാണോ? നിങ്ങൾ കുറച്ച് ഒന്ന് സംശയത്തിലായി എങ്കിലും ഇപ്പോൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആത്മാർത്ഥമായാണ് എന്ന് കരുതുന്നുണ്ടോ? ഇന്നലെ ഇതുപോലൊരു നിലപാട് ഹസ്ബൻഡ് എടുത്തില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇന്നും ഞാനത്തെ പോലെ തന്നെ പോവുമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് തുടർച്ചയായിട്ട് അങ്ങനെ തന്നെ പോവുമായിരുന്നായിരിക്കണം. എന്തോ ഇന്നലെ ഞങ്ങൾക്ക് അങ്ങനെ തോന്നി. അതായത് ക്ലിഫ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഞങ്ങൾ കുടുംബത്തോടെ, അത് ഏത് രീതിയിലാണെന്നൊന്നുമില്ല, ഒരു പ്രതിഷേധം ചെയ്യണം എന്ന്. അപ്പോൾ അത് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതിനുശേഷമാണ് ഇതെല്ലാം ഞങ്ങൾക്ക് അറിവുണ്ടായത്. അപ്പോൾ ഇത്രയും ദിവസം എന്തായിരുന്നു നടന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇനിയുള്ള കാര്യങ്ങൾ നേരെ നല്ലപോലെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. CBIയുടെ അടുത്തെത്തുമ്പോൾ ഞങ്ങൾക്ക് ഒരു സ്വാഗതാർഹമായ ഒരു ശിക്ഷ അവർക്ക് കിട്ടുമെന്ന് തന്നെ ഉദ്ദേശിക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ഇത് എന്നാലും ഇതുവരെ ഞങ്ങൾക്ക് കിട്ടാത്ത കുറച്ച് ആളുകളുണ്ട്. ഒരു അക്ഷയ്, അത് ഞാൻ അന്ന് മുതലേ പറയുന്നതാണ്. ഞങ്ങളെ കബളിപ്പിച്ചവരിൽ ഒന്നാമതായി നിൽക്കുന്നതാണ് അക്ഷയ്. പിന്നെ പ്രതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. പിന്നെ ഇവിടെ വന്നിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് സമാധാനമായല്ലോ എന്ന് ചോദിച്ച പെൺകുട്ടികൾ. ഞാനിത് എടുത്തെടുത്ത് പറയുന്നതാണ്. ഇവരുടെ ഒന്നും ഒരു കാര്യവും ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ CBI റിപ്പോർട്ട് വരട്ടെ. ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ, ഇതിന്റെ റിസൾട്ട് ഞങ്ങൾക്ക് സ്വീകാര്യമാണ് എങ്കിൽ ഞങ്ങൾ സന്തോഷമായിരിക്കും. ഇല്ലെങ്കിൽ ഈ പ്രതിഷേധം, എനിക്ക് ഇത്രയും പേരുടെ കാര്യം അറിയണം. ഞാൻ അതുവരെ പ്രതിഷേധത്തിൽ പോകും. ഞാനല്ല, എൻ്റെ കുടുംബം മൊത്തം. എനിക്ക് ഇവരെ കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു അറിവ് വേണം. ശ്രീമതി ഷീബ, ഇപ്പോൾ ഇന്നുണ്ടായിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇന്നിപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. FIRന്റെ ഈ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള പകർപ്പ്, അതുപോലെ തന്നെ പ്രോഫോമ റിപ്പോർട്ട്, ഇത് രണ്ടും CBI ഡയറക്ടർക്ക് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന് ഇമെയിൽ വഴി അയച്ചിരിക്കുന്നു എന്നറിയുന്നു. അതുപോലെ തന്നെ ഈ നടപടികളിൽ വീഴ്ച വരുത്തിയ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇതൊക്കെ ഇന്ന് പകൽ കണ്ട നടപടികളാണ്. ഇതൊക്കെ വെറുതെ അങ്ങ് സംഭവിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി അടക്കം ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല ഉദ്യോഗസ്ഥലത്തിലുണ്ടായിട്ടുണ്ടാകാവുന്ന വീഴ്ചകൾ. അതറിയുമ്പോൾ ഉടനെ തന്നെ കൃത്യമായ നടപടിയെടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ ഇതെല്ലാം മുഖ്യമന്ത്രി എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഒത്തുകളിയാണ് എന്ന സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ടോ? ഇത് ഇത്രയും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇത് ചെയ്യാമെങ്കിൽ ഇത്രയും ദിവസം ഇവരൊക്കെ എവിടെയായിരുന്നു?
ഒരു ദിവസമോ 1 മണിക്കൂറോ കൊണ്ട് 3 പേരെ സസ്പെൻഷൻ ചെയ്യിപ്പിച്ചു. ഇതിനു മുൻപുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയുന്നു. ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം കണ്ടുപിടിക്കാമെങ്കിൽ ഇത്രയും ദിവസം ഇവരൊക്കെ എവിടെയായിരുന്നു? മുഖ്യമന്ത്രി ഉൾപ്പെടെ തന്നെയാണ്. ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഒന്നും അറിയാനോ ആരെയും പേടിക്കാനോ ഒന്നുമില്ല. ഞങ്ങളുടെ കുഞ്ഞ് പോയതിൽ പിന്നെ അതിൽ അപ്പുറമായിട്ട് ഞങ്ങൾക്കൊന്നുമില്ല. 9-ാം തീയതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ദിവസം ഒരു അന്വേഷണവും വന്നിട്ടില്ല. ഈ ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ ഇന്നെന്ത് സംഭവിച്ചു? എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇതുവരെ എത്തിച്ചു ഒരു ദിവസം കൊണ്ട് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അറിഞ്ഞുകൊണ്ടുള്ള ഒത്തുകളി എന്ന് തന്നെ നിങ്ങൾ സംശയിക്കുന്നു? സംശയിക്കുന്നത് എന്റെ സംശയം അത് തന്നെയാണ്. ശരി, അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ നടപടിയെ നിങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് തൽക്കാലം പ്രതിഷേധത്തിന് ഇല്ല എന്നാണോ കരുതേണ്ടത്? ഇപ്പോൾ മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന തീരുമാനത്തോട് ഞങ്ങൾ വളരെയധികം സന്തോഷമാണ്. അദ്ദേഹത്തിന് ഇത്രയും ചെയ്യാൻ പറ്റിയതിൽ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഞങ്ങളുണ്ട്. ഇത് നല്ല രീതിയിൽ തന്നെ പോകുന്നു എന്നും ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി പ്രതിഷേധത്തിന്റെ കാര്യം ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഇനിയും ഉള്ള ദിവസങ്ങളിൽ മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അടുത്ത നടപടികൾ എടുക്കാൻ വേണ്ടി. നേരത്തെ ആലോചിച്ചല്ലോ ജയപ്രകാശുമായിട്ടൊക്കെ പ്രതിഷേധിക്കാം കുടുംബത്തോടെ എന്ന്. അത് അങ്ങനെ ഒരു ആലോചന പോയത് എപ്പോഴാണ്? ഏത് രൂപത്തിൽ പ്രതിഷേധിക്കാമെന്നാണ് ആലോചിച്ചത്? ഞങ്ങളുടെ മോൻ ഏത് രീതിയിലാണോ അവിടെ വഞ്ചിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിൽ ക്രൂരമായി അവൻ എന്തെല്ലാം ക്രൂരത അനുഭവിച്ചിട്ടുണ്ടോ ആ രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്ലിഫ് ഹൗസിന്റെ ഫ്രണ്ടിൽ പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. അതിപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. അതിപ്പോൾ ഏത് രീതിയിലും ആകാം. എന്തായാലും ഇപ്പോൾ ആലോചനയില്ല. പക്ഷെ വീണ്ടും നിങ്ങൾ ഏത് ഘട്ടത്തിലാണ്? എനിക്ക് തോന്നുന്നില്ല ലോകത്ത് ഒരു കുട്ടികളും. ശരി, MR ഷീബ, ഏത് ഘട്ടത്തിലായിരിക്കും ഇനി നിങ്ങൾ വീണ്ടും ഇത്തരമൊരു കാര്യത്തിന് നിർബന്ധിതമാവുക? ഇപ്പൊ CBIയുടെ അതിന്റെ ഒരു വളർച്ച അല്ലെങ്കിൽ അതിന്റെ പ്രോഗ്രസ് എങ്ങനെയാണെന്നുള്ളത് നോക്കണം. ഞങ്ങൾ വിശ്വാസമാണ് CBIക്ക് മുന്നിലെത്തി എങ്കിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ് അവരിൽ. ഞാൻ പറഞ്ഞ ഈ വ്യക്തികളുണ്ട്, കുറച്ച് വ്യക്തികൾ, അവർ ഉൾപ്പെടുന്ന ഒരു ശിക്ഷ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ശിക്ഷ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ പ്രതിഷേധത്തിന് ഒന്നും പോയില്ല. പക്ഷെ ഈ ഉൾപ്പെടുത്തേണ്ടവരെ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് അംഗങ്ങളുണ്ട്, അതിൽ കൂടുതൽ പേരും കൂടെ ഉണ്ട്. അവരും ഇതിൽ വന്നില്ല എങ്കിൽ വീണ്ടും പ്രതിഷേധത്തിന് ഞങ്ങൾ പോകും. ഈ CBI അന്വേഷണം എന്തായാലും കുറച്ച് ദിവസം അതിന്റെ നടപടിക്രമങ്ങൾ വൈകി എന്നത് സത്യമാണ്. ഇതിനിടയിൽ തെളിവുകളടക്കം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ജയപ്രകാശ് ഇന്നലെയും ഇന്നുമൊക്കെയായി മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു? നിങ്ങളുടെ ഒരു സംശയമാണോ, അതോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അറിവ് കിട്ടിയിട്ടുണ്ടോ MR ഷീബ? തെളിവുകൾ നശിക്കാൻ കാരണം അതിപ്പോൾ നമുക്ക് ആർക്കാണെങ്കിലും മനസ്സിലാക്കുന്ന ഒരു കാര്യമല്ലേ. കോളേജ് തുറക്കുന്നു, ഹോസ്റ്റല് സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നു, ഇത്രയും കുട്ടികൾ 500 കുട്ടികൾ സാധാരണ രീതിയിൽ അവിടെ ഉപയോഗിക്കുന്നു. ഹോസ്റ്റൽ റൂമായിരുന്നാലും ആ പരിസരങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി ഇതിൻ്റെ ഇടയ്ക്ക് എത്രയോ ദിവസങ്ങളുണ്ട് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നാലും എന്ത് കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് അവരുണ്ടാക്കിയത് തന്നെയാണ് ഈ തെളിവുകൾ നശിപ്പിക്കുന്നതിനെ മനസ്സിലാക്കുന്നത്. അതിപ്പോൾ ഒരു സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. ഷീബ പറയുന്ന പോലെയാണ് എങ്കിൽ CBI ഈ വിഷയം ഉടനെ അന്വേഷിക്കുക. കൂടാതെ ഈ പറയുന്ന അക്ഷയ്, അതുപോലെ തന്നെ ആ പെൺകുട്ടി, അതുപോലെ നിങ്ങൾക്ക് സമാധാനമായല്ലോ എന്ന് വീട്ടിൽ വന്ന് ചോദിച്ച പെൺകുട്ടികൾ, ഇവരെല്ലാവരും പ്രതിപട്ടികയിൽ ഉണ്ടാകണം എന്ന് തന്നെയാണോ? ഉണ്ടാകണം എന്ന് പറഞ്ഞല്ല, അവരെന്തുദ്ദേശിച്ചാ ഇതൊക്കെ എന്ന് വെച്ചാൽ 16-ാം തീയതി മുതൽ 18-ാം തീയതി വരെ ഞാൻ അക്ഷയെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഫോണിലൂടെ. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യവും ഞാൻ മോനെ വിളിച്ചിട്ടാ ചായ കുടിക്കുന്നത്, അടുത്ത് അവധി ദിവസങ്ങളിൽ അങ്ങനെ കാപ്പി കുടിക്കുന്നത്, അടുത്ത് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുന്നത്. ഇതെല്ലാം അവൻ കഴിക്കാൻ പോകുന്നു എന്നുള്ള രീതി കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് അവധി ദിവസങ്ങളിൽ. അപ്പോൾ അക്ഷയെ വിളിക്കുമ്പോൾ അക്ഷയ് ഓക്കെയാണ്, സിദ്ധു കിടക്കുന്നു,
ഞാൻ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ വിളിക്കാൻ പറയാം എന്നൊക്കെ പറയുമ്പോൾ അവൻ ശരിക്കും ഇപ്പോഴാണ് അറിയുന്നത്. അന്നും 16-ാം തീയതി മുതൽ 18-ാം തീയതി വരെ ഈ വിളികളിലെല്ലാം അവൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു എന്ന്. അവനെനിക്ക് തുറന്നു പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ. അപ്പോൾ ഞങ്ങളത് അമ്മ കഴിച്ചോ അമ്മ കിടക്കുന്നു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ കിടക്കുന്നത് അല്ലെങ്കിൽ കഴിക്കുന്നത്, ആ ഒരു അവസ്ഥ. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ കബളിപ്പിച്ചത് അക്ഷയാണ്. അപ്പം എനിക്ക് അക്ഷയെ ശിക്ഷിക്കണം. അക്ഷയാണ് ഞങ്ങളെ കബളിപ്പിച്ച് അവനെ ഈ രീതിയിലാക്കിയതെന്ന എൻ്റെ ഒരു ഒറ്റ വിശ്വാസം. പിന്നെ പ്രതിയായിട്ടുള്ള ആ കുട്ടി, അവൾക്ക് എന്തോ പരാതി കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ പരാതി എന്താണ് ഞങ്ങൾക്കറിയണ്ടേ? അച്ഛനും അമ്മയും എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കറിയണം, അതറിയണം. പിന്നെ ഇവിടെ വന്ന കുട്ടികൾ എന്തുദ്ദേശിച്ചാണ്, അവരാരടുത്താണ്, അവർക്ക് എന്ത് സമാധാനമായി, അത്രയും സമാധാനക്കേട് അവൻ എന്തവിടെ ചെയ്തിട്ടുണ്ട്, അതെനിക്കതറിയണം. അത് ഞാൻ അറിഞ്ഞിരിക്കും. CBIയിൽ നിന്ന് ഇതൊരു അറിവ് എനിക്ക് കിട്ടിയില്ല എങ്കിൽ ഞാൻ പോകും, ഞാൻ പ്രതിഷേധിക്കും. എൻ്റെ കൂടെ എൻ്റെ കുടുംബം ഉണ്ടായിരിക്കും. എനിക്കിത് ഞാൻ കണ്ടുകൊണ്ട് നിന്നവരാ, ഞാൻ കേട്ടുകൊണ്ട് നിന്നവരാ. ഇവരൊക്കെ ക്രൂരമർദ്ദനം, അതൊക്കെ അവർക്കൊക്കെ ശിക്ഷ കിട്ടും. ഇവരൊന്നും പുറത്തു വന്നിട്ടില്ല. എനിക്ക് ഇവരെയൊക്കെ കാണണം. ആ അക്ഷയ് ഞാൻ കൈപിടിച്ച് കൊടുത്തതാ. ആദ്യത്തെ ദിവസം മോനെ കൈപിടിച്ച് കൊടുത്തവനാ. അവന്റെ വാക്കുകൾ ഞങ്ങൾക്ക് ദൈവ രീതിയിലുള്ള വിശ്വാസമാണ്. അപ്പോൾ ഓരോ നിമിഷവും അവൻ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അക്ഷയ് എൻ്റെ അടുത്ത് പറയാണ്, കുഴപ്പമില്ല ആൻറ്റി, അവൻ കിടക്കുന്നു എന്ന്. അപ്പം ഞങ്ങളത് കേട്ടിട്ട് ഞാൻ ഇളയാളുടെ അടുത്ത് പറയും, മോനെ സിദ്ധു കിടക്കാൻ പോകുന്നു, അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് കിടക്കാം. അതൊക്കെ ഓർക്കും പോകാനപ്പം വെള്ളം പോലും കുടിക്കുന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ ഇപ്പോഴാണ് ഞാൻ അതെല്ലാം ക്ലിയർ ആയിട്ട് അറിയുന്നത്. പക്ഷേ എന്തിനാ ഇവരൊക്കെ പഠിക്കുന്നത്? മനുഷ്യരുടെ ഒരു ഭാവം പോലും അറിയാത്ത ഒരു കുട്ടികളെ എങ്ങനെ മൃഗങ്ങളെ സംരക്ഷിക്കും? മോൻ എൻ്റെ അടുത്ത് ഇടയ്ക്ക് വിളിക്കുമ്പം പറയും, വെറുതെ ഫോൺ വിളിച്ചിട്ട് അവിടെ ഇരിയടാ, ഇരിക്ക്, ഇത് കഴിക്ക് എന്നൊക്കെ പറയും. അപ്പം ഞാൻ ചോദിക്കും, നീ ഇതാരടുത്ത് സംസാരിക്കുന്നത്? അതമ്മ, ഞങ്ങൾക്കിവിടെ 2-3 പട്ടികളുണ്ട്, കുഞ്ഞു പട്ടി, റോഡിൽ നിന്നൊക്കെ കൊണ്ടുവന്നതാ. അപ്പം ഞാൻ ചോദിക്കും, മോനെ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുള്ളതാണ്? ഓ അമ്മ, അത് നല്ലതാണ്, കുഴപ്പമില്ല, എല്ലാവരും ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഞങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നതാണ്. എന്നെ കാണുമ്പോൾ അത് ഓടിച്ചാടി കയറും ഉമ്മ എന്ന് പറഞ്ഞു. ആ പട്ടികൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇത് പുറത്തു വരുമായിരുന്നു. പട്ടികളുടെ സംസാരശേഷി ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പോൾ ആലോചിച്ച് പോവുകയാണ്. ഇവരൊക്കെ എന്തിന് പഠിക്കുന്നു? അങ്ങനെ ഒരു കോളേജ് എന്തിന്? അധികൃതര്, കുട്ടികള്, ഇവരെല്ലാം കൂടെ ചേർന്നൊരു ഗ്യാങ് ആയിട്ടുള്ള ഒരു കോളേജ് എന്തിനാണ്? സമൂഹത്തിൽ ഇങ്ങനെയുള്ള കുട്ടികളെയാണോ വാർത്തെടുക്കേണ്ടത്? സംസാരശേഷിയില്ലാത്ത മൃഗങ്ങളെ നോക്കണമെങ്കിൽ എത്ര മനസ്സലിവുള്ളവരായിരിക്കണം. മോൻ പറയും, അമ്മ, പശുക്കളുടെ ഡെലിവറി സമയത്ത് അത് കിടന്നു പോയാൽ നമ്മളും കൂടെ അതിൽ കിടന്നിട്ടാണ് ഡെലിവറി ചെയ്യേണ്ടത്. അത്രയ്ക്ക് നമുക്ക് മനസ്സ് വേണം അമ്മ എന്ന്. അത്രയ്ക്ക് ആത്മാർത്ഥതയായിരുന്നു അവൻ പെട്ടെന്ന് വെറുതെ ഒരു അഡ്മിഷൻ കിട്ടി ഓടിച്ചാടി, എനിക്കിത് കിട്ടി, MBBS കിട്ടിയില്ല, ഇതിൽ കിട്ടിയത് കൊണ്ട് ഓടിച്ചാടി പോയതല്ല. എനിക്കിത് പഠിക്കണം, എനിക്കിത് തന്നെ വേണം. എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞതാ, അമ്മ എനിക്കിത് തന്നെ വേണം എന്ന്. അവൻ പഠിച്ച് തീർന്നിട്ടില്ല. ഞങ്ങൾ അതാ ഉദ്ദേശിക്കുന്നത്. അവൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പഠിക്കുന്ന ആർക്കും, അല്ലെങ്കിൽ അവനെ ചെയ്തിട്ടുള്ള ക്രൂര കൃത്യങ്ങൾ ചെയ്തിട്ടുള്ളവരും അത് കണ്ടിട്ടുള്ളവരും അതിന് കൂട്ടു നിന്നിട്ടുള്ളവരും അവിടെ പഠിക്കാൻ പറ്റില്ല, ഉറപ്പാണ്. ഇത് ഒരമ്മയുടെ കണ്ണിൽ നിന്നുള്ള ശാപമാണ്. പഠിക്കാൻ പറ്റില്ല, ആഹാരം കഴിക്കാൻ പറ്റില്ല, കണ്ണടച്ച് ഉറങ്ങാൻ പറ്റില്ല. ഇത് കേട്ടുകൊണ്ട് നിന്ന ഓരോ കുട്ടികൾക്കും എൻ്റെ ഒരു ശാപം തന്നെയാണ്. വരും തലമുറ വരെയുള്ള ഒരമ്മയുടെ. ഞങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരില്ല, രക്തമാ വരുന്ന രക്തം. അവനെ സ്നേഹിക്കാൻ മാത്രമേ അറിയാന്നുള്ളായിരുന്നു. ഒരു കുട്ടി പോലും അവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ടോ എനിക്കറിയില്ല, പക്ഷെ അവന്റെ അഭിപ്രായത്തിൽ ഒരു കുട്ടി പോലും ചീത്ത എന്നവൻ പറഞ്ഞെനിക്ക് അറിയില്ല. എല്ലാവരും നല്ലതാ, ആ ചേട്ടൻ നല്ലതാ, ആ ചേച്ചി നല്ലതാ, അവര് നല്ലതാ, എല്ലാവരും നല്ലതാ, ഒരു ദിവസം പോലും പറഞ്ഞിട്ടില്ല അവന്റെ വായിൽ നിന്ന്. 16-ാം തീയതി മുതൽ 18-ാം തീയതി വരെ അവന് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അവന് പറയണമെന്നുണ്ടായിരിക്കുമോ, ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തായിരിക്കും ചിലപ്പോൾ അവ അറിയുന്ന ഇതാണ് കോളേജ് എന്ന്. പക്ഷെ സമയം കഴിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട്
ഞങ്ങൾക്ക് നീതി ലഭിക്കും വരെ, ഞാൻ പറഞ്ഞ ഈ കുട്ടികൾ ഉൾപ്പെടെ വരെ, ഈ പെൺകുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശിക്ഷ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി എവിടെയറ്റം ഇനിയിപ്പം ഞങ്ങൾക്ക് വേറെ ഒന്നും നോക്കാനില്ല. ഞങ്ങൾ അത്രയും ദേഹത്ത് തൊട്ടിട്ട് പോലും ഇല്ല, ഞാൻ അടി പോലും കൊടുത്തിട്ടില്ല അവര്. അപ്പോൾ ഒരമ്മ സഹിക്കുന്നതിൽ എനിക്കതിൽ വാക്കുകളില്ല. എല്ലാ അമ്മമാരും ഞാൻ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഈ ക്രിമിനൽ മൈൻഡുള്ള ഈ കുട്ടികളുടെ അമ്മമാരുടെ അടുത്ത് എനിക്കൊരു ഉപദേശം, ഒരുത്തരുടെയും ശാപം വാങ്ങി വെക്കരുതേ എന്ന് മക്കളെ പഠിപ്പിക്കണം. ഒരമ്മമാരുടെയും ശാപം വാങ്ങി വെക്കരുതേ. ഒരു വാക്കുകൊണ്ടോ ഒരു നോവ് ഒരു അടി കൊണ്ടോ ഒരമ്മമാരുടെയും ശാപം ആരും വാങ്ങി വെക്കരുത്. ഗതി പിടിക്കില്ല, സത്യം. CPM-ന്റെ പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല, ആളെ വിടുന്നില്ല എന്നാണ് അവരോട് ഈ വിഷയമാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ AK സെൻറ്ററിൽ നിന്ന് വന്ന പ്രതികരണം. പക്ഷേ അങ്ങനെ ഒഴിഞ്ഞു നിന്നാൽ കേൾക്കാത്ത ശബ്ദമല്ല ഇവിടെ ഇപ്പോൾ മുഴങ്ങിയത്. മുഖ്യമന്ത്രി അടക്കം എല്ലാവരും ഇത് കേൾക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ മനസാക്ഷിയാണ് ഷീബയ്ക്കൊപ്പമുള്ളത്, ജയപ്രകാശിനൊപ്പമുള്ളത്, സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിനൊപ്പമുള്ളത്. അതുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നാൽ അങ്ങനെ ഇത് ചർച്ച ചെയ്യപ്പെടാതെ പോകും, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അങ്ങ് രക്ഷപ്പെടാം എന്ന് ഏതെങ്കിലും കേന്ദ്രത്തിലിരുന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതെല്ലാം വൃഥാവിലാണ്. കേരളം ഈ വാക്ക് കേൾക്കുന്നുണ്ട്. അതിൻ്റെ സമ്മർദ്ദത്തിൽ നിന്ന് വിമുക്തരാകാൻ AKG സെൻറ്ററിലിരിക്കുന്നവർക്കോ സെക്രട്ടറിയിലിരിക്കുന്നവർക്കോ ക്ലിഫ് ഹൗസിലിരിക്കുന്നവർക്കോ ആർക്കും കഴിയില്ല. ജിൻഡോ ജോൺ, ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ അതിദ്രുത നടപടികളൊക്കെ കണ്ടതാണ് ഈ പകല്. മുഖ്യമന്ത്രി ഇത് നേരിട്ടറിഞ്ഞിട്ടുണ്ട്. ഈ ഒത്തുകളികളെല്ലാം ബോധപൂർവമുള്ളതാണ്. പക്ഷേ ജനങ്ങൾ ഒന്നടങ്കം ഇതിനെതിരാകുന്നു വീണ്ടും എന്ന് വരുമ്പോൾ കണ്ണിൽ പൊടിയിടാനായി സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ, ഇമെയിൽ അയക്കുക തുടങ്ങിയിട്ടുള്ള കലാപരിപാടികൾ, ഇങ്ങനെയാണോ നിങ്ങളും ഇതിനെ കാണുന്നത്? വേണോ, അതിൽ ഒരു സംശയവും വേണ്ട. ഇതൊക്കെ ഓരോ തട്ടിപ്പല്ലേ. നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പല്ലേ വണ്ടിപ്പെരിയാറിൽ ഒരു 6 വയസ്സുകാരിയ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ അർജുൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ കേരളത്തിൽ ഒരുപാട് പേര് ചർച്ച ചെയ്തില്ലേ, ഒരുപാട് മാധ്യമങ്ങൾ നമ്മളെല്ലാവരും ചർച്ച ചെയ്തില്ലേ. അന്ന് നമ്മുടെ ചർച്ചകളെ സംസാരത്തെ പ്രതിരോധിക്കാൻ CPM-ന്റെ നേതാക്കന്മാരടക്കം വന്നിരുന്നല്ലോ കേരളത്തിലെ ചാനലുകളിൽ. അർജുനെതിരെ എന്ത് നടപടി സ്വീകരിക്കാൻ നമ്മുടെ സർക്കാരിന് സാധിച്ചു? പ്രോസിക്യൂഷന് പറ്റി, പോലീസ് പരാജയപ്പെട്ടില്ലേ? ആ മരണപ്പെട്ട 6 വയസ്സുകാരി പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കാൻ പറ്റിയില്ല. പകരം കുറ്റവാളി എന്ന് പൊതുസമൂഹം മുഴുവൻ ഉറച്ചു വിശ്വസിക്കുന്ന അർജുനെ പോലുള്ള ആളുകൾ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന സാഹചര്യം കണ്ടു. അതിനുശേഷം ആ കുടുംബം വീണ്ടും വേട്ടയാടപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നുമല്ല. വാളയാറിൽ 2 പിഞ്ചു പെൺകുട്ടികളെ ഇതേപോലെ തന്നെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ നരാധമന്മാരും ഇതുപോലെ സംരക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായില്ലേ? കേരളത്തിലെ പോലീസ് പാർട്ടി സഖാക്കന്മാരോ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരോ കൊലക്കേസിലോ കൊലപാതക കേസിലോ അല്ലെങ്കിൽ വധശ്രമ കേസിലോ ഒക്കെ പ്രതിയാക്കപ്പെടുന്ന സാഹചര്യത്തിൽ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്നുണ്ട്. അതിലൊരു സംശയവും വേണ്ട. ഇപ്പോൾ ഈ അമ്മ തന്നെ, സിദ്ധാർത്ഥൻ്റെ അമ്മ തന്നെ അവസാനം പറഞ്ഞു നിർത്തിയ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. കേരളത്തിലെ SFIക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളുടെ അമ്മമാർ ഒരുപാട് നെഞ്ചു പൊട്ടി പ്രാർത്ഥിക്കണം. തങ്ങളുടെ മക്കൾ മറ്റ് അമ്മമാരുടെ മക്കളെ കൊല്ലാക്കൊല കൊന്നതിൻ്റെ പാപഭാരം വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ശാപത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട്. എന്ത് നരാധമ പ്രവർത്തനമാണ്! ഇവിടെ പോലീസിൽ ഒരു മാറ്റവും സംഭവിച്ചില്ല. പോലീസ് മന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി, സിദ്ധാർത്ഥൻ്റെ അച്ഛനും കുടുംബാംഗങ്ങൾക്കും കൊടുത്ത ഉറപ്പ് ആത്മാർത്ഥതയോടെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് നമ്മൾ പക്ഷേ ജിൻഡോ ജോൺ, ഞാൻ ഈ സർക്കാരിൻ്റെ നടപടിയെ ന്യായീകരിക്കുകയല്ല. പക്ഷേ സർക്കാരിൻ്റെ നടപടികൾ പരിശോധിക്കുമ്പോൾ 9-ാം തീയതി വിജ്ഞാപനം, 16-ാം തീയതി അത് കൈമാറിയെന്നാണ് പറയുന്നത്. ഒരാഴ്ചയാണ്. നിശ്ചയമായും സിദ്ധാർത്ഥൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് അതെല്ലാം നീതിയുടെ വൈകൽ തന്നെയാണ്. പക്ഷെ അപ്പോഴും സാധാരണഗതിയിൽ സർക്കാരിൻ്റെ നടപടിക്രമങ്ങൾക്കെടുക്കാവുന്ന ഒരു കാലതാമസം മാത്രമല്ലേ ഇത്? അതുകൊണ്ടല്ലേ ഇന്ന് പ്രതിപക്ഷ നേതാവ് പോലും പറഞ്ഞിട്ടുണ്ടാവുക 2 ദിവസം കൂടെ നോക്കട്ടെ ഇതെങ്ങനെ പോകുന്നുവെന്ന്, അതിനുശേഷം തുടർ നടപടികളിലേക്ക് കിടക്കാം, സമരമെങ്കിൽ വീണ്ടും സമരത്തിലേക്ക്, തെരഞ്ഞെടുപ്പ് കാലമാണ് എന്നൊന്നും കരുതേണ്ട കാര്യമില്ല, ഈ വിഷയത്തിൽ ഊന്നിയെന്നുകൊണ്ടുള്ള സമരത്തിലേക്ക് എന്ന് പറയുമ്പോഴും 2 ദിവസത്തെ സാവകാശം സർക്കാരിന് കൊടുക്കുന്നുണ്ട്. ഭരണരംഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ഒരു പ്രായോഗികമായ ഇത്തരം കാര്യങ്ങൾ അറിയുന്നതിൻ്റെ ഒരു പ്രതികരണമായി അതിനെ കാണാൻ കഴിയില്ലേ? അതങ്ങനെയല്ല വേണു അതിനെ കാണണ്ടേ. അങ്ങനെയല്ല ഒരു കാരണവശാലും കാണണ്ടേ. 9-ാം തീയതി തീരുമാനമെടുക്കുന്നു, 16-ാം തീയതി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ
7 ദിവസത്തെ ഗ്യാപ്പുണ്ട്. ആ 7 ദിവസത്തെ ഗ്യാപ്പ് തന്നെ ഈ പ്രതികളെ സംരക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക്, കോളേജ് അധികൃതർക്ക് എല്ലാവർക്കും വലിയൊരു സമയമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പല ചാനലുകളിലും പുറത്തു വന്നിട്ടുള്ള ചില വീഡിയോസും കുറേ അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട്. മരണപ്പെട്ടതിന് ശേഷമാണ് സിദ്ധാർത്ഥൻ്റെ ബോഡി താഴെ ഇറക്കുന്നതും പിന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതും പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് പോലീസിനെ അറിയിക്കുന്നത് എന്നുള്ള പല വിവരങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ പലതും കേട്ടുകേൾവികളും പലതും ഇങ്ങനെ പല അഭിപ്രായ പ്രകടനങ്ങളാണ്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഡീൻ്റെ സാന്നിധ്യത്തിലല്ലേ സിദ്ധാർത്ഥൻ്റെ ജീവനറ്റ ശരീരം താഴെ ഇറക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞത്? പ്രതികളുടെ സാന്നിധ്യത്തിലല്ലേ? എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് പോലീസ് ആ ഹോസ്റ്റൽ റൂമൊക്കെ സീൽ ചെയ്യുന്ന അല്ലെങ്കിൽ അന്വേഷിച്ച് ചെല്ലുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇത്രയും അസ്വാഭാവികമായിട്ടൊരു മരണം, 10-20ലധികം ക്രൂര പീഡനങ്ങളുടെ ദൃശ്യങ്ങൾ ശരീരത്തിൽ നഗ്നനേത്രം കൊണ്ട് കണ്ടാൽ തന്നെ കാണാവുന്ന രീതിയിലുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും പോലീസ് അതിൽ അന്ന് ജാഗ്രത എടുത്തില്ല. കോളേജ് അധികൃതർ വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ല. അതിനുശേഷവും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം പോലീസിൻ്റെ നടപടികൾ എന്തൊക്കെയായിരുന്നു നമ്മളൊന്ന് ശ്രദ്ധിക്കണ്ടേ? ഇപ്പോൾ തന്നെ സിദ്ധാർത്ഥൻ്റെ അമ്മ പറഞ്ഞതുപോലെ ഇതിൽ പെൺകുട്ടികളായിട്ടുള്ളവരും പ്രതിയേർക്കപ്പെടേണ്ട ആളുകളായിട്ട് സാഹചര്യത്തിലുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി ആൺകുട്ടി എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ക്രിമിനലുകളായിട്ട് തന്നെ അവരെ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം. അതിൽ പോലീസിന് ജാഗ്രത കുറവ് വന്നിട്ടുണ്ട്, ഒന്നാമത്തെ. പിന്നെ ഈ സംഭവങ്ങളുടെ പേരിലൊന്നും സർക്കാരിന് ഇത് മെല്ലെപ്പോക്ക്, അത് സ്വാഭാവികമാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ പാടില്ല. ഇത്രത്തോളം പ്രതിരോധത്തിൽ നിർത്തിയ ഒരു സാഹചര്യം ഈ അടുത്ത കാലത്ത് വേറെ ഉണ്ടായിട്ടുണ്ടോ? SFIയെ, സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയെ എത്രയോ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് CPMന്റെ പ്രതിനിധികളെ അയക്കാതെ അവരിരുന്നു, അവർക്ക് വേണ്ട ക്യാപ്സ്യൂളുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 9-ാം തീയതിക്ക് 16-ാം തീയതിക്കും ഇടയ്ക്കുള്ള 7 ദിവസം അതൊരു വലിയ അനാസ്ഥയാണ്. അതിന് മുമ്പുള്ള സാഹചര്യമുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട യുവജന വിദ്യാർത്ഥി മഹിളാ അസോസിയേഷൻ സംസ്ഥാന നേതാക്കന്മാരൊക്കെ സെക്രട്ടേറിയറ്റിന്റെ പുറത്ത് സമരം ചെയ്യുന്നു ഈ CBI അന്വേഷണത്തിന് വേണ്ടിയിട്ട്. സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും കുടുംബാംഗങ്ങളും സമരം ചെയ്യുന്നു. ഇത് മുഖ്യമന്ത്രിക്ക് സ്വയം തോന്നിയോ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് സ്വയം തോന്നിയിട്ട് അവരെ പ്രഖ്യാപിക്കുന്ന തീരുമാനമല്ല. അങ്ങനെയെങ്കിൽ ആ സമരപ്പന്തലിരുന്ന് ജയപ്രകാശിനെ ഫോണിൽ വിളിച്ച് പ്രതിപക്ഷ നേതാവാണ് പറയുന്നത് അതാ CBI അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ അങ്ങയുടെ കൂടെ അനുമതിയോടുകൂടി ഈ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നുവെന്ന്. ഇപ്പോൾ ജയപ്രകാശ് പറയുന്നത് പോലെ അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ടാകില്ലായിരിക്കാം, അല്ലെങ്കിൽ സർക്കാർ നടപടിക്രമങ്ങളെ പറ്റിയുള്ള ധാരണ ഉണ്ടാകില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ. നിങ്ങളൊരു കാര്യം നേടിയെടുത്തു എന്ന് പറയുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നുണ്ടാവുക എന്നൊരു ജാഗ്രതയോടെ ഈ കാര്യത്തിൽ ഉത്തരവാദിത്തോടെ ഏറ്റെടുക്കേണ്ടതുണ്ടായിരുന്നു. ആ അലംഭാവം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? ജയപ്രകാശ് വന്ന് ഇന്ന് നേർക്ക് നേർ വന്ന് പറയുമ്പോഴാണോ ഗൗരവത്തോടുകൂടി ഈ വിഷയം ഇനി ഇടപെടുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയേണ്ടത്? അല്ല, അതിനങ്ങനെയല്ല കാണേണ്ടത്. അതിലൊരൊറ്റ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ, KSUവിൻ്റെ, മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷർ നടത്തിയ സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം കൺസൾട്ട് ചെയ്യുന്നത് സിദ്ധാർത്ഥൻ്റെ അച്ഛനോടും അമ്മയോടും അവരുടെ കുടുംബാംഗങ്ങളോടാണ്. ഞങ്ങൾ CPMന്റെ മുഖ്യമന്ത്രിയോടും CPM നേതാക്കന്മാരോടല്ല, കേരളത്തിലെ മാധ്യമങ്ങളോടോ പൊതുജനങ്ങളോടല്ല. ഇതിൽ ഏറ്റവും നഷ്ടം നേരിട്ടിട്ടുള്ള സിദ്ധാർത്ഥൻ്റെ കുടുംബാംഗങ്ങളോട് ചോദിച്ചിട്ടാണ് ആ സമരം അവസാനിപ്പിക്കുന്നത്. അതിനുശേഷം സിദ്ധാർത്ഥൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്ത ഉറപ്പാണ് കോൺഗ്രസിനോ യൂത്ത് കോൺഗ്രസിനോ മഹിളാ കോൺഗ്രസിനോ. ഇപ്പോൾ ഈ പറയുന്ന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി, അതിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഫണ്ട് എടുത്ത് ഇപ്പുറത്തേക്ക് മാറ്റിയിടൂ, അത്തരം സർക്കുലർ പോയിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള സർക്കാരിൻ്റെ എല്ലാവിധ ഈ പറയുന്ന എഴുത്തുകുത്തുകളെ പറ്റിയും നല്ല ബോധ്യം എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. അത് മാധ്യമങ്ങളോട് പറയുകയും ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് ഈ കാര്യം അറിയാതെ പോയില്ലേ? അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇത് സർക്കാർ അതിൽ അനാസ്ഥ കാണിച്ചത് ആരും അറിയാതെ പോയി എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ അറിഞ്ഞോ? പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, ഈ സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും പോലും അറിയുന്നില്ലല്ലോ. അല്ല, മാധ്യമങ്ങളാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇത് ആരും അറിയുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ അതിൽ ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത് മൂടി വെച്ചിരിക്കുകയാണെന്ന് നമ്മൾ അറിയുന്നത് എത്രയോ ദിവസങ്ങൾക്ക് ശേഷം. ശരി, ഇതിലൊക്കെ ബോധപൂർവമായ വീഴ്ചകൾ ഉണ്ടാകാം. അപ്പോഴും ഈ പറയുന്ന ഇമെയിൽ അയക്കൽ എന്ന് പറയുന്ന കലാപരിപാടിയൊന്നും ഉണ്ടായിട്ടുണ്ട്. 3 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാകാമെന്നാണ് കരുതുന്നത്? രാജീവ് ചന്ദ്രശേഖരനെ പോയി കണ്ടതുകൊണ്ടും VD സതീശനെ പോയി കണ്ടതുകൊണ്ടും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അത് തിരിച്ചടിയാകും എന്ന ഒരൊറ്റ കാര്യം കൊണ്ടാണോ, അതോ ഈ കുടുംബത്തോട് എന്തെങ്കിലും ആത്മാർത്ഥത ഉള്ളത് കൊണ്ടാണോ? അല്ല, ഇതിൽ ഈ നടത്തിയിരിക്കുന്ന കലാപരിപാടി ഇപ്പോൾ VC തന്നെ സസ്പെൻഷനിലായ കുട്ടികളെ തിരിച്ചെടുക്കുന്നു, കുറ്റവിമുക്തരാക്കുന്നു എന്നാ പറയാ. എന്ത് അന്വേഷണത്തിന്റെ പുറത്താണ് കുറ്റവിമുക്തരാക്കുന്നത്? എന്താണ് ഇവർ തീരുമാനിക്കുന്നത്? ഇത് SFIയോ അല്ലെങ്കിൽ ഇത് SFI മാത്രം ഒരു ക്യാമ്പസിൽ നടത്തുന്ന പരിപാടിയല്ല. AKGCTA, AKPCTA പോലുള്ള ഇടത് അധ്യാപക സംഘടനകളുടെ കൂടെ അനുവാദത്തിലും മൗനാനുവാദത്തിലും പിന്തുണയോടും കൂടി SFIക്കാർ ഇത് ക്യാമ്പസുകളിൽ മുഴുവൻ നടത്തുന്നത്.
സംശയമുണ്ടോ? കേരള യൂണിവേഴ്സിറ്റി കലോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു കലാധ്യാപകനെ SFIക്കാർ പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ച് അവസാനം അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ലേ? കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI ഒന്നും പഠിച്ചിട്ടില്ല. സിദ്ധാർത്ഥന്റെ മരണം ഒറ്റപ്പെട്ടതോ അവസാനത്തോ അല്ല. ഒരുപാട് കുട്ടികളെ ഇവർ ഇനിയും കൊല്ലാക്കൊല ചെയ്യും, കൊല്ലും. ഇവിടെ CPMകാരെ ഭയന്നിട്ട് സ്വന്തം പറമ്പിലെ തേങ്ങയിടാൻ പോലും ആളുകൾക്ക് പറ്റാത്ത സാഹചര്യമാണ് കേരളത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ VC ചെയ്തത് അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, സർക്കാരിന്റെ കൂടി നിർദ്ദേശത്താൽ, പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ആയിരിക്കും ആ കുട്ടികളുടെ സസ്പെൻഷൻ പിൻവലിച്ചത്. ഇവരൊന്നും പഠിച്ച് പാസ്സായാൽ മൃഗങ്ങൾക്ക് പോലും നീതി കിട്ടില്ല. മനുഷ്യ ജീവികളോട് നീതി കാണിക്കാത്തവർ ഇനി മൃഗങ്ങളോട് നീതി കാണിക്കുമെന്ന് ഞാനോ വേണോ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? പാസ്സായി ഡോക്ടർമാരായാലും മൃഗങ്ങൾക്ക് പോലും കേരളത്തിൽ സമാധാനം കിട്ടില്ല. ശരി യുവരാജ് ഗോകുൽ, ഇപ്പോ ഈ തീരുമാനങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ CBIക്ക് ഈ കാര്യത്തിൽ ഏറ്റെടുത്ത് തുടർ നടപടികളിലേക്ക് കടക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇപ്പോൾ സിദ്ധാർത്ഥന്റെ അമ്മ പറഞ്ഞതുപോലെ അവർ ഏറ്റവും പ്രതീക്ഷയോടെ ഇനി കാത്തിരിക്കുന്നത് CBIയുടെ തുടർ നടപടികളാണ്. ഇനി ഇതിനകത്ത് എന്ത് കാലതാമസം വന്നാലും അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അല്ല, ഇതിനെപ്പത്ത് ഇപ്പോൾ പെർഫോമ ഇന്നാണല്ലോ കൊടുത്തിരിക്കുന്നത്, ഇന്നാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കുറച്ച് നേരം പെർഫോമ അവിടെ എത്തിയിരിക്കുന്നത്. കേൾക്കുന്നില്ല? ഹലോ, കേൾക്കാമോ? ശരി, പറഞ്ഞോളൂ. കേൾക്കാമോ? എന്റെ മാത്രം പ്രശ്നമാണ്, പറഞ്ഞോളൂ, അതിവിടെ ശരിയാക്കാം. യുവരാജ് പറഞ്ഞോളൂ. ശരി. അല്ല, പെർഫോമ ഇന്ന് മാത്രമാണ് CBIക്ക് കൈമാറിയിരിക്കുന്നതെന്നുള്ള കാര്യമാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കുന്നത്. CBI ഒരു കേസ് ഏറ്റെടുക്കുന്നതിന് അതിൻ്റേതായ പ്രൊസീജിയറുകളുണ്ട്. ആ പ്രൊസീജിയറുകളിൽ ഒന്നാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് അതിനെ നിയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ CBIയെ സംബന്ധിച്ചിടത്തോളം CBIക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടണം ഇങ്ങനൊരു കേസിൽ ഇടപെടേണ്ടതാണ് എന്നുള്ള കാര്യം. അവർക്കത് ബോധ്യപ്പെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം അത് പോലീസിൻ്റെ റിപ്പോർട്ടാണ് അതിനകത്ത് പ്രധാനമായിട്ടൊരു ഘടകമായിട്ട് വരിക, CBIക്ക് ആ കാര്യം ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് തന്നെ മുമ്പോട്ട് പോകും എന്നുള്ളതാണ്. CBIയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അകത്ത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. അതിനകത്തൊരു കേസ് ഏറ്റെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഈ കേസ് CBI ഏറ്റെടുക്കുമെന്ന്? കാരണം ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുക, അതിനുശേഷം ഡയറക്ടർ ഇവിടെയുള്ള CBIയുടെ യൂണിറ്റിനോട് ഇതിന്റെ പ്രാഥമികമായ പരിശോധന നടത്താൻ പറയുക, ഇവിടുത്തെ മേധാവി വഴി അവിടേക്ക് റിപ്പോർട്ട് അയക്കപ്പെടുക, അത് പരിശോധിച്ചതിന് ശേഷം ഇത് ഏറ്റെടുക്കണോ വേണ്ടോ തീരുമാനിക്കുക. ഇങ്ങനെയുള്ള നൂലാമാലകളുണ്ടോ? കാരണം ഇന്നലെ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം കണ്ടു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം തന്നെ ഇത് ഏറ്റെടുത്ത് ഇതിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകും എന്ന മട്ടിലായിരുന്നു. വാക്കുകൊണ്ടുള്ള അത്യുത്സാഹം മാത്രമാണോ? ഇനി അത് തെളിയിച്ച് പ്രവൃത്തിയിലൂടെ കാണിക്കേണ്ടതാണ്. അതിലെന്താണ് നടപടി? അല്ല, അത് CBI ഉദ്യോഗസ്ഥർ അതിൻ്റേതായ കൃത്യമായ രീതിയിൽ മുമ്പോട്ട് പോകുമെന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. CBIയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അകത്ത് മറ്റെന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങളോടുകൂടി ഈ വിഷയത്തിൽ എന്തെങ്കിലും ഡിലേ വരുത്തേണ്ടതിൻ്റെതായ സാഹചര്യങ്ങൾ നിലവിൽ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഏറ്റവും സുതാര്യമായ രീതിയിൽ തന്നെ അത് മുമ്പോട്ട് പോകും. ഒട്ടും കാലതാമസം ഇല്ലാതെ തന്നെ CBI ആ അന്വേഷണം ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള നോട്ടിഫിക്കേഷൻ അതിന് വരുമെന്നും തന്നെയാണ് ഞങ്ങൾ ആ കാര്യം. സിദ്ധാർത്ഥന്റെ അമ്മ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിച്ചല്ലോ. ഇതിനോടകം 20ഓളം പ്രതികൾ പിടികൂടപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല അവരുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം കർക്കശമായ നിലപാട് തന്നെ പോലീസ് എടുത്തിട്ടുണ്ട്. ഇതുവരെ ആദ്യത്തെ ഒരുപാട് ഘട്ടങ്ങളിൽ വീഴ്ചകളുണ്ടെങ്കിലും ഈ പറയുന്ന രാഷ്ട്രീയ സമ്മർദ്ദമായാലും ജനകീയ മനസാക്ഷി നൽകുന്ന സമ്മർദ്ദമായാലും ഇതിപ്പോൾ ശരിയായ മാർഗത്തിലൂടെ പോകുന്നു എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? കൂടാതെ ഈ പറയുന്ന അക്ഷയ് പെൺകുട്ടി ഇവിടെ ഈ കുടുംബത്തിലെ വന്ന വെല്ലുവിളിയുടെ സ്വഭാവത്തിൽ ഇപ്പോൾ തൃപ്തിയായോ എന്ന് ചോദിച്ചവർ ഇതെല്ലാം പ്രതിപട്ടികയിൽ തന്നെ വരേണ്ടവരാണെന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? വേണു, ഇതിനകത്ത് എനിക്ക് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ഇന്ത്യയിലെ ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള പോലീസ് സർവീസാണ് കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൈം സ്പോട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, ഒരു ഇൻസിഡൻറ്റ് സ്പോട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് നോക്കിയാൽ മനസ്സിലാകുന്ന തരത്തിലുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ഓഫീസേഴ്സ് തന്നെയാണ് നമുക്കുള്ളത്. പക്ഷേ നമ്മൾ ഇന്ന് ഈ വിഷയ ചർച്ച ചെയ്യുന്നത് വരെയുള്ള സമയത്ത് അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് കാര്യമായ അലംഭാവമാണ്. കഴിഞ്ഞ ദിവസം മറ്റൊരു ചാനലിൽ ചർച്ചയ്ക്ക് ഇരിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഈ സിദ്ധാർത്ഥിൻ്റെ ബോഡി ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് ദേഹത്ത് ഒരുപാട് മുറിവുകളേറ്റ പാടുകളുണ്ടായിരുന്നു. ഇതെന്താണ് എന്ന് SIയോട് ചോദിക്കുമ്പോൾ SI തിരിച്ചു മറുപടി പറഞ്ഞു അത്രേ, തൂങ്ങി മരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ശരീരത്തിൽ പാടുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞു എന്ന്. കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു SI റാങ്കിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്ര നിഷ്കളങ്കമായിട്ട് അങ്ങനെ ഒരു മറുപടി പറയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവർക്കത് അറിയാഞ്ഞിട്ടല്ല. അപ്പോൾ അവരങ്ങനെ പറയുന്നു എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും? അത് ആരെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും? ജസ്നയുടെ കാര്യത്തിൽ സുവർണമായ 48 മണിക്കൂർ എന്ന് പറഞ്ഞൊരു കഥ CBIക്കുണ്ടല്ലോ. എന്ന പോലെ സുവർണമായ കുറച്ച് മണിക്കൂറുകളുടെ ഒരു കണക്കുകൂടെ പറഞ്ഞുകൊണ്ട് ഈ സിദ്ധാർത്ഥനുമായി ബന്ധപ്പെട്ട വിഷയത്തിലും
ഞങ്ങൾക്കൊരു നിസ്സഹായതയുണ്ട് എന്ന് നീതിപീഠങ്ങളെ ബോധിപ്പിക്കാൻ ഒരു മടിയും CBIക്ക് ഉണ്ടാകില്ല. ആ രൂപത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ യുവരാജ് ഗോകുലിന്റെ വാക്കുകളിൽ നിന്നൂടെ കേൾക്കുമ്പോൾ തോന്നുന്നത്. അങ്ങനെ സംശയിക്കേണ്ടതുണ്ടോ? അല്ല, അങ്ങനെ കേൾക്കുമ്പോൾ തോന്നേണ്ട കാര്യമില്ല വേണു. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരത്തെ ജിൻഡോ പറഞ്ഞ വിഷയമുണ്ടല്ലോ, അതായത് വണ്ടിപ്പെരിയാർ വിഷയം. ആ വണ്ടിപ്പെരിയാർ വിഷയത്തിൽ ജഡ്ജ്മെന്റ് എഴുതിയ ജഡ്ജിക്ക് ആ ജഡ്ജ്മെന്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവസാനം ഒരു 8 പോയിന്റ് ഇട്ടിട്ട് അവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന വ്യക്തിയാണ് കൊന്നത് എന്നുള്ള കാര്യം ആ ജഡ്ജിക്ക് പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ബോധ്യമുണ്ട് എന്നാണ് 8 പോയിന്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കോടതിയിൽ തെളിയിക്കേണ്ടത് കുറ്റമാണല്ലോ, സത്യമല്ല എന്ന് പറയും. കോടതിയിൽ തെളിയിക്കേണ്ടത് കുറ്റമാണ്, സത്യമല്ല. അപ്പോൾ കുറ്റം തെളിയിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിന് കൃത്യമായ സമയത്ത് ലൂപ്പ് ഹോളുകൾ അടച്ചുകൊണ്ട് മാസ്റ്റർ റിപ്പോർട്ട് ഉൾപ്പെടെ തയ്യാറാക്കി ആ സാക്ഷികളായിരുന്നാലും ശരി തന്നെയാണ്, തെളിവുകളായിരുന്നാലും ശരി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇതിന് ടൈം എന്ന് പറയുന്ന കാര്യം വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. യുവരാജ് ഇപ്പോൾ ഈ സിദ്ധാർത്ഥന്റെ ആത്മഹത്യ എന്ന രൂപത്തിലേക്ക് മാറുമായിരുന്ന ഒന്നാണ് അല്ലേ? പിന്നീടാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നത്. അങ്ങനെ ആത്മഹത്യയായി അത് മാറ്റാൻ ശ്രമിച്ചവർ ഈ പറയുന്ന SFIക്കാർ മാത്രമല്ലല്ലോ. അപ്പോൾ ഇത്രയും സംഘടിതമായ ഒരു നീക്കം അവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വെറുതെ ഒരു നീക്കം ഉണ്ടാകില്ല. അതുമായി ബന്ധപ്പെട്ട എല്ലാവിധ തെളിവുകളും നശിപ്പിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് സുവർണമായ എത്രയോ മണിക്കൂറുകളുടെ ഒരു ആശങ്ക CBIക്ക് ഉണ്ടാകുമോ? അല്ല, അത് ന്യായമായിട്ടും ഉണ്ടാകേണ്ടുന്ന ഒരു ആശങ്ക തന്നെയാണ്. അല്ലാതെ നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? കാരണം അത് തന്നെയല്ലേ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളും പറയുന്നത്, സിദ്ധാർത്ഥിന്റെ അച്ഛനും പറയുന്നത് അത് തന്നെയല്ലേ. അവർ ഇത്രയും സമയം എടുത്തിരിക്കുന്നതിനനുസരിച്ചിട്ട് അവിടെ നിന്ന് കളക്ട് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഫോറൻസിക് എവിഡൻസ് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അവർക്ക് സെറ്റിൽ ചെയ്യേണ്ട സാക്ഷികൾ. വേണു, ഞാനൊരു കാര്യം പറയട്ടെ. ഈ സിദ്ധാർത്ഥൻ 18-ാം തീയതിയാണ് ആ പയ്യൻ കൊല്ലപ്പെടുന്നത്. 26-ാം 27-ാം തീയതിയോട് കൂടിയാണ് ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. 2 ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് നമ്മൾ പല വിഷയങ്ങളും ആ സമയങ്ങളിൽ ചർച്ച ചെയ്തു. 3 ദിവസം ആ പയ്യനെ കെട്ടിയിട്ട് മർദ്ദിച്ചു, നഗ്നനാക്കി നിർത്തി മർദ്ദിച്ചു, ഭക്ഷണം കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല, ഇതെല്ലാം ചർച്ച ചെയ്തു. 2 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ മുൻപിൽ ഒരു കുട്ടി പോയിട്ട് മൊഴി കൊടുക്കുന്നത്. എന്താണ്? 8 മാസമായിട്ട് ഈ പയ്യനെ ഇതുപോലെ പീഡിപ്പിക്കുകയായിരുന്നു. ദിവസവും പാർട്ടി ഓഫീസിൽ, SFIയുടെ ഓഫീസിൽ വിളിച്ചു വരുത്തുകയും അയാളെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇതുപോലെ ഒപ്പിടിയിക്കുകയും ചില സമയത്ത് അവിടെ തുണി ഉരിഞ്ഞു നിർത്തുകയൊക്കെ ചെയ്യുന്ന നടപടികൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം വെറും 2 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു കുട്ടി തുറന്ന് പറയാൻ തയ്യാറായതുകൊണ്ട് മാത്രമാണ്. ഇതുപോലെ എത്രയോ കുട്ടികൾക്ക് എന്തൊക്കെ പറയാനുണ്ടാകും. ഈ ബൈ ചെയ്യുന്ന ടൈം ഉണ്ടല്ലോ, ഇവർ ഈ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയം, ഇതുപോലെ തുറന്നു പറയാൻ തയ്യാറാകുന്നവരെ ഭീഷണിപ്പെടുത്തിയും അല്ല മറ്റു തലത്തിലുള്ള പ്രലോഭനങ്ങൾ കൊടുത്തും ഒക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയമാവാം. അപ്പോൾ സമയം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒരു കേസ് അന്വേഷണത്തിനെ സംബന്ധിച്ചിടത്തോളം, ഒരു കൊലപാതകത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിനിപ്പോൾ CBI ആയാലും ശരി, ഇന്റർപോൾ ആയാലും ശരി, മറ്റേത് ഏജൻസി അന്വേഷിച്ചിരുന്നാലും ശരി തന്നെയാണ് ടൈം എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് ഒരു വ്യക്തി ചെയ്തിരിക്കുന്നതാണ്. ശരി, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ അലംഭാവം ഉണ്ടായിട്ടുണ്ടോ? സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ അലംഭാവം ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം അടിവരയിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ കേസിൻ്റെ ഇരയോടൊപ്പം നിൽക്കുന്നവർ, അല്ലെങ്കിൽ ഈ കേസിലെ വാദിയോടൊപ്പം നിൽക്കുന്നവർ, സിദ്ധാർത്ഥന് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവർ ഇൻട്രസ്റ്റ് ഓഫ് ജസ്റ്റിസിൻ്റെ താല്പര്യപ്രകാരം മറ്റ് താല്പര്യങ്ങളൊന്നും നോക്കാതെ സിദ്ധാർത്ഥൻ്റെ അമ്മ ശരിയായ രീതിയിൽ ഇവിടെ കാര്യങ്ങൾ വിവരിച്ചു. അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നുള്ള വളരെ വ്യക്തമാണ് ഇന്നത്തെ സർക്കാരിൻ്റെ നടപടിയിൽ ദേ ആർ ഹാപ്പി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ നമ്മുടെ സമൂഹമാകെ, മാധ്യമങ്ങളാകെ ഇത് ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അതിൻ്റെ പേരിൽ ശബ്ദമുയർത്തുകയും ചെയ്തു. എന്നാൽ ഈ കേസിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഈ കേസിൽ CBI അന്വേഷണം വേണമെന്ന് ഇതിൻ്റെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു. ധരണയുണ്ടായി. ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. എങ്ങനെയാണ് CBIയുടെ അന്വേഷണം വിടേണ്ടത് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രോഗേറ്റീവാണ് ഒരു ക്രൈം അന്വേഷണം എന്ന് പറയുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമില്ലാതെ ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ ശരിയായ രീതിയിലല്ല അന്വേഷണം നടക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ സംസ്ഥാന വളരെ പോസിറ്റീവ് എന്ന രൂപത്തിൽ പറയുകയായിരുന്നു സിദ്ധാർത്ഥന്റെ അമ്മ ഇപ്പോൾ സന്തോഷവതിയാണ് എന്നത്. അങ്ങനെയല്ല. ഇപ്പോൾ ഈ 9-ാം തീയതി മുഖ്യമന്ത്രിയെ പോയി കണ്ട് ഈ കടലാസുകൾ കൊടുക്കുന്നു. അന്ന് തന്നെ മുഖ്യമന്ത്രി അത് CBIക്ക് വിടുന്നു എന്ന് പറയുന്നു. പിന്നെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇന്നിപ്പോ ആ കുടുംബം പറയുന്നത് എന്താണ്? ഈ ഫയല് ഏതൊക്കെ സ്ഥലത്ത് പോയി, എവിടെയൊക്കെ തടയപ്പെട്ട് കിടക്കുന്നു എന്ന് പിന്നാലെ വിളക്കും പിടിച്ച് നടന്നിട്ടാണ് സത്യം ഇന്നിപ്പോ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരിക്കുന്നത്.
അത് ഏത് തരം സന്തോഷമാണെന്നാണ് താങ്കൾ കരുതുന്നത്? അതിലേക്കാണ് ഞാൻ അല്ലല്ല അങ്ങനെയല്ല. ഞാൻ പറഞ്ഞ ഒരു വാക്ക് മാത്രം അടർത്തിയെടുത്ത് അങ്ങ് ഇന്റർപ്രറ്റ് ചെയ്യരുത്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് സന്തോഷവതി എന്ന് ഉദ്ദേശിച്ചത് ആ രീതിയിലല്ല. ഞാൻ പറഞ്ഞത് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ നീക്കത്തിൽ, ഇന്ന് സസ്പെൻഡ് ചെയ്തതിൽ, ഇന്ന് അന്വേഷണം അടിയന്തരമായി CBIക്ക് കൈമാറിയതിൽ സന്തോഷവതിയാണ് എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ കേസ് ഏത് സാഹചര്യത്തിലാണ് CBIക്ക് വിട്ടത് എന്ന് നമുക്കറിയാം. ഈ കേസിൽ മുഖ്യമന്ത്രി തന്നെ ഈ പ്രക്ഷോഭമുണ്ടായി, ഞാൻ സമ്മതിക്കുന്നു. ഈ കേസ് CBIക്ക് വിടണം എന്ന് പറഞ്ഞു. പ്രൊസീജിയറിൽ ലാഗ് ഉണ്ടായില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഉണ്ടായില്ല എന്ന് പറയാൻ കഴിയും. ലാഗ് ഉണ്ടായിട്ടുണ്ട്, അത് പകൽ പോലെ വ്യക്തമല്ലേ. ആ പ്രൊസീജിയർ ലാഗ് അടിയന്തരമായി സിദ്ധാർത്ഥൻ്റെ അച്ഛനും മറ്റും ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നേരിട്ട് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട്, കാരണം നമുക്കറിയാം പല പ്രക്ഷോഭങ്ങളുണ്ടായാൽ പെട്ടെന്ന് ആ പ്രക്ഷോഭങ്ങൾ വശംവദനായി പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന ആളൊന്നുമല്ല സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിനും കൂടി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അദ്ദേഹം സാധാരണ തീരുമാനങ്ങൾ എടുക്കാറുള്ളൂ. അതിൻ്റെയും കൂടെ വെളിച്ചത്തിൽ ഇന്ന് തന്നെ ആ കാര്യത്തിൽ അദ്ദേഹം ഇൻ്റർഫിയർ ചെയ്യുകയും നേരിട്ട് സസ്പെൻഡ് ചെയ്യുകയും അന്വേഷണം CBIക്ക് വിടുകയും ചെയ്തിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഇപ്പോൾ ഇത് പോലീസ് ആദ്യം അന്വേഷിക്കുന്ന ഘട്ടത്തിൽ തന്നെ എന്തൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് സുവ്യക്തമാണ്. പിന്നെ മറ്റൊരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അത് ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് തുടർ നടപടികൾ പൊതുവിൽ സ്വീകാര്യമാണ് എന്ന് പറയാവുന്ന രൂപത്തിലേക്ക് പോയിട്ടുമുള്ളത്. അപ്പോൾ ഏതൊക്കെ തലങ്ങളിലാണ് ഇടപെടലുകൾ നടന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം വരെ? ഇത് ഒരു മാല പോലെ ഇങ്ങനെ നമ്മുടെ മുന്നിലുണ്ട് അല്ലേ? കണ്ണികൾ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ ഏകപക്ഷീയമായാണ് ഈ കാര്യത്തിൽ എപ്പോഴും കാര്യങ്ങൾ നടക്കുന്നത് എന്നത് വ്യക്തവുമാണ്. അങ്ങനെ വരുമ്പോൾ 9-ാം തീയതി മുതൽ ഈ മാർച്ച് 26 വൈകുന്നേരം വരെ ഉള്ള കാലമെന്ന് പറയുന്നത് ആർക്ക് ഗുണകരമാകുന്നതാണ്? ഇതിനിടയിൽ എന്തൊക്കെ നടന്നിരിക്കുകയാണ് അല്ലേ? ഇതിനിടയിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ, നേരത്തെ 2 തവണ റാഗിംഗ് ഉണ്ടായി എന്ന് പറയുന്നു, അവർക്ക് പരാതിയില്ല എന്ന് പറയുന്നതടക്കം ഇതൊരൊറ്റപ്പെട്ട സംഭവമായി ചിത്രീകരിക്കാനുള്ള അവസരം വരെ ഈ കാലതാമസത്തിലൂടെ സംഭവിക്കുകയാണ്. അതിന്റെ ഗുണഭോക്താക്കൾ ആരാണ്? MR ഷീബയ്ക്ക് സന്തോഷവതിയാകാൻ കഴിയുന്ന കാര്യങ്ങളാണോ ഈ കാലയളവിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത്? അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാരണം, ഇങ്ങനത്തെ ഒഫൻസിൽ ആരൊക്കെ ശ്രമിച്ചാൽ പോലും, കാരണം ഞാനൊരു ക്രിമിനൽ അഭിഭാഷകനായി ഈ രംഗത്ത് അനവധി വർഷത്തെ പ്രവർത്തന പരിചയമുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും ശരി, ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്ന് പറയുന്നത് പോലെ ഈ എവിഡൻസ്, കളക്ഷൻ ഓഫ് എവിഡൻസിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, പോലീസ് സയൻറ്റിഫിക് എവിഡൻസ് വളരെ പ്രധാനപ്പെട്ടതല്ലേ. ഈ പറയുന്ന വ്യക്തി മരണപ്പെട്ട സിദ്ധാർത്ഥൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എക്സാമിനേഷൻ വളരെ പ്രധാനപ്പെട്ടതല്ലേ. പോസ്റ്റ്മോർട്ടം എക്സാമിനേഷനിൽ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അവസരത്തിൽ വിസറ പരിശോധനയ്ക്ക് അയക്കും. അപ്പോൾ ഇത്തരത്തിൽ കോസ് ഓഫ് ഡെത്ത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പോസ്റ്റ്മോർട്ടം, അതിന് പോലീസിന് എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനത്തിലുള്ള എവിഡൻസ് ഒക്കെ ഈ കേസിൽ ഇനീഷ്യൽ സ്റ്റേജിൽ തീർച്ചയായിട്ടും പോലീസ് കളക്ട് ചെയ്തിട്ടുണ്ടാകും. ആ എവിഡൻസ് ഒക്കെ വെച്ചുകൊണ്ട് ഈ നല്ലൊരു കേസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി CBIക്ക് കഴിയും. അതിൽ നമ്മൾ അത്തരത്തിൽ അതിനെ കാണേണ്ട യാതൊരു കാര്യവുമില്ല. ഈ കേസിൽ എനിക്ക് തോന്നുന്നു 25ഓളം പ്രതികളെ ഓൾറെഡി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ആ പ്രതികളുടെ എല്ലാം ബെയിൽ ആപ്ലിക്കേഷൻസ് കൽപ്പറ്റ സെഷൻസ് കോടതിയും അവിടുത്തെ ബത്തേരി മജിസ്ട്രേറ്റ് കോടതിയും തള്ളി. ആ ബെയിൽ ആപ്ലിക്കേഷൻ എല്ലാം പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. പലരും ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് മൂവിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അത്തരത്തിൽ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടുണ്ട്. ആ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷന്റെ ബാക്കിയാണ് CBI ഇനി അന്വേഷിക്കേണ്ടത്. ശരി, എനിക്ക് MR ഷീബയിലേക്ക് ഒരിക്കൽ കൂടി പോകേണ്ടതുണ്ട്. അതിനുശേഷം ഞാൻ ഷിബുവിലേക്കും വരാം, മറ്റ് അതിഥികളിലേക്കും വരാം. MR ഷീബ, അവസാനമായി, ഇപ്പോൾ ഗവർണറെ നിങ്ങൾ നല്ല രൂപത്തിൽ വിശ്വസിച്ചിരുന്നു. ഗവർണർ ഇടപെടുകയും ചെയ്തു. VCയെ സസ്പെൻഡ് ചെയ്തു, പുതിയ VCക്ക് ചുമതല നൽകി. അതിനുശേഷം ശക്തമായി ഡീനെതിരെയും ഈ പറയുന്ന ഹോസ്റ്റലിൻ്റെ ചുമതല ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് വാർഡനെയും ഒക്കെ സസ്പെൻഡ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങളെത്തി. ആ നടപടിയെല്ലാം എടുത്തത് പുതിയ VCയാണ്. ഗവർണർ ചുമതലയേൽപ്പിച്ച പുതിയ VCയാണ്. ആ VCയുടെ വിക്രിയകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ഗവർണർ എന്താണോ ചുമതലപ്പെടുത്തിയത് ആ വ്യക്തിയും ഏതൊക്കെയോ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി എന്നത് വ്യക്തമാണ്. അപ്പോൾ ഗവർണർക്ക് തുടർച്ചയായി ഇങ്ങനെ ഓരോരുത്തരെ സസ്പെൻഡ് ചെയ്യുക എന്ന കാര്യം മാത്രമേ ചെയ്യാൻ ഉള്ള നിവൃത്തികേടിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ? ഗവർണറെ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? ഇങ്ങനെ പോയാൽ ഗവർണർ വീണ്ടും ഇങ്ങനത്തെ പ്രവർത്തികൾ ചെയ്യേണ്ടി വരും. കാരണം അടുത്ത VC വരുന്നു, അദ്ദേഹത്തിന് ഇതുപോലൊരു പ്രഷർ വരുന്നു, അടുത്ത ഡീൻ വരുന്നു, ഇതുപോലൊരു പ്രഷർ വരുന്നു. ഗവർണറുടെ ജോലി ഇനി ഇത് തന്നെ ആയിരിക്കണം. ഗവർണർക്ക് എന്തായാലും നിയമം കയ്യിലെടുക്കണമല്ലോ. VC 2 ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം മാറി, അടുത്തയാൾ രാജിവെച്ചു,
ഇനി അടുത്ത വരുമ്പോൾ അറിയാം ഗവർണർക്ക് എത്ര പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പുറത്ത് നിയമം ചെയ്യണമെന്ന് ഉള്ളത്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡിൻ്റെ കാര്യം, 2 BCയുടെ കാര്യം. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് പൊതുസമൂഹത്തിന് മനസ്സിലായി കഴിഞ്ഞു. ഇപ്പോൾ ഗവർണർ അതുപോലെ തന്നെ ഇന്ന് പറഞ്ഞ ഒരു കാര്യം കൂടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ, ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ കാര്യവും. ഞാൻ മനസ്സിലാക്കുന്നത് എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ ഇവിടെയുള്ള ആർക്കും തിരുത്താം. ഏതാണ്ട് 23ഓളം റിട്ടയർഡ് ജഡ്ജിമാരുടെ ഒരു പട്ടിക ഗവർണർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ്. അതിലൊരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ, അതുപോലെ മറ്റ് സ്റ്റാഫ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടൊരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ രൂപീകരണത്തിലേക്ക് പോവുകയാണ്. അങ്ങനെയെങ്കിൽ ഈ സർക്കാരിൻ്റെ സഹകരണവും ആ കാര്യത്തിലൊക്കെ വേണം. പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ ഗവർണറും സർക്കാരും ഒക്കെ പല കാര്യങ്ങളിൽ ഇതിൽ എതിർപ്പ് ഓടെ നിൽക്കുന്നവരാണ്. ഇതിൽ തന്നെ ഒരു പരിധി വിട്ട് ഗവർണർ ഇടപെട്ടു എന്ന അഭിപ്രായം ഈ പറയുന്ന ഈ സിദ്ധാർത്ഥൻ പഠിച്ച കോളേജിൻ്റെയൊക്കെ അടക്കം ഉത്തരവാദിത്തമുള്ള മന്ത്രിയും ഒക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലൊക്കെ ഇവരൊക്കെ സഹകരിച്ചുകൊണ്ട് ശക്തമായൊരു അന്വേഷണം നടക്കുമെന്നാണോ കരുതേണ്ടത്? അതല്ല ഓരോ ഘട്ടങ്ങളിലും ആരാണ് മുന്നിൽ എന്ന മത്സരമുണ്ടാവുക, അതിൻ്റെ ഭാഗമായുള്ള തടസ്സങ്ങൾ ഉണ്ടാവുക, അതാണോ കരുതേണ്ടത്? എന്താണ് നിങ്ങളുടെ ഈ കാര്യത്തിൽ എന്തെങ്കിലും ആശങ്കയുണ്ടോ പുതുതായി? ഇപ്പോൾ ഞങ്ങൾക്ക് CBI വിട്ടതിന് ശേഷം ആശങ്ക കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത കോളേജ് അധികൃതർ അടുത്ത് വരുന്നവരെ എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ 33 വരെ സസ്പെൻഡ് ചെയ്തവരെ തിരികെടുക്കുന്നു, അടുത്ത അത് റദ്ദാക്കുന്നു. ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന സംഭവങ്ങളാണ്. എന്ത് കാര്യങ്ങൾ കൊണ്ടാണെന്ന് പോലും അറിയില്ല. അപ്പോൾ ഗവർണർ ഞങ്ങളെ കൂടെ നിന്നു എന്നല്ല പറയുന്നത്, സത്യത്തിൻ്റെ കൂടെ നിന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഷിബുവിലേക്ക്, ഷിബു എത്താൻ വൈകിയതിൽ ക്ഷമിക്കുക. ഷിബു എന്താണ് കരുതുന്നത്? ഇപ്പോൾ ഈ വീഴ്ചകളുടെ മുഴുവൻ ഉത്തരവാദി ഒരു ഡെപ്യൂട്ടി സെക്രട്ടറി പ്രശാന്തയും ഒരു സെക്ഷൻ ഓഫീസർ ബിന്ദുവും ഒരു അസിസ്റ്റന്റ് അഞ്ജുവുമാണ് എന്നാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെ ഒരു ധാരണയാണ് ഇപ്പോൾ സർക്കാർ ഈ വിഷയത്തിൽ വരുത്താൻ ശ്രമിക്കുന്നത്. ഇല്ല സർ, നമുക്ക് ഈ കേസിന്റെ ആദ്യ നാളുകൾ ജസ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം. ഈ കേസ് തുടങ്ങുന്ന സമയം മുതൽ തന്നെ നേരത്തെ നമുക്ക് മുന്നേ സംസാരിച്ച വ്യക്തി പറഞ്ഞതുപോലെ ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്നുള്ള രീതിയിൽ SI മണി, വൈത്തിരി പോലീസ് സ്റ്റേഷനിലെ SI മണി ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ്, ഇതൊരു സാധാരണ തൂങ്ങി മരണമാണ്, ദേഹത്ത് പാടുണ്ടാവും, തൂങ്ങി മരിക്കുന്നവരുടെ ദേഹത്തെല്ലാം പാടുണ്ടാവും. അപ്പൊ ഇദ്ദേഹം എവിടുന്ന് പഠിച്ചു വന്ന ആളാണ്, ഇദ്ദേഹത്തിന്റെ SI ആയിട്ട് പ്രൊമോഷൻ ആക്കിയ ആളോ എവിടുന്ന് ആണ് SI ആയെന്നറിയില്ല. ഒരു പ്രാഥമിക നിഗമനത്തില് ഒരു ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ അറിഞ്ഞുകൂടാത്ത ഇയാളെ ആരാണ് അവിടെ പോസ്റ്റ് ചെയ്തത്, ആ ആളെയാണ് ആ ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ വിട്ടത്. ഇതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത ആള് അവിടെ തന്നെ വീഴ്ചകൾ വരുത്തി തുടങ്ങി. ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം വീഴ്ചകൾ വരുത്തി. രണ്ടാമത് ഞങ്ങൾ സംശയം പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം അത് എഴുതണോ വേണ്ടേന്ന് ആലോചിക്കുക പോലും ചെയ്തു. അദ്ദേഹത്തിനെതിരെ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. പോലീസ് തലത്തിലോ DYSP തലത്തിലോ SP തലത്തിലോ ഇതുവരെയും ആ SIക്കെതിരെ നടപടിയെടുത്തിട്ടില്ല, അദ്ദേഹത്തിനെ അന്വേഷിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിനെതിരെ CBI വരുമ്പോൾ എന്തായാലും ശക്തമായ ഒരു തീരുമാനം നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. അതോടൊപ്പം അടുത്ത് വരുന്നത് ഞങ്ങൾ അവിടെ കാണിച്ച ഡീൻ ഉൾപ്പെടെയുള്ള ആളുകൾ. ആ കേസ് ഡീന് വ്യക്തമായ ഇൻവോൾവ്മെന്റോടുകൂടി ഈ കുട്ടിയെ സിദ്ധാർത്ഥനെ അവിടുന്ന് അഴിച്ചിറക്കുകയും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ മരണപ്പെട്ടതിന് ശേഷം അഴിച്ചിറക്കുകയും തെളിവുകൾ, അതായത് അവരുടെ കുട്ടികളെ എല്ലാം സംരക്ഷിക്കേണ്ട സമയങ്ങൾ കൊടുത്തതിന് ശേഷം മാത്രം പോലീസിൽ അറിയിക്കുകയും അവിടെയും ഒത്തുകളി തുടങ്ങിയിട്ടുണ്ട്. അവിടെയും ഈ കുട്ടികളെ സംരക്ഷിക്കുവാനും ഇതൊരു ഇതൊക്കെ നാം ഇത് ചർച്ച ചെയ്ത ഘട്ടത്തിൽ നിങ്ങൾ കൃത്യമായി സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോ പുതുതായി പുറത്തു വന്ന ഒരു വിവരം ഈ കഴിഞ്ഞ ദിവസം നിങ്ങളെ അടക്കം ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വന്നൊരു കാര്യമാണല്ലോ, ഈ കഴിഞ്ഞ 8 മാസമായി സിദ്ധാർത്ഥൻ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ റാഗിങ്ങിന് വിധേയമാക്കപ്പെട്ടുകൊണ്ട് ഇരുന്നു എന്ന്. അപ്പോൾ ഫെബ്രുവരി 13-ാം തീയതി തുടങ്ങിയൊരു സംഭവമല്ല. ഇപ്പോൾ മറ്റു പല കുട്ടികളും ഈ സംഭവം പുറത്ത് വന്നതിന് ശേഷം എന്തൊക്കെ തരത്തിലുള്ള ഭയമാണ് അവർക്കുണ്ടായിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ സിദ്ധാർത്ഥന് 8 മാസമായി ഇത് അനുഭവിക്കുമ്പോൾ ഒരിക്കൽ പോലും ഷിബു അടക്കം ആരോടും ഇത് പറഞ്ഞിട്ടില്ല എന്നാണോ? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട്? അവൻ ആരോടും വന്ന് ഇത്തരത്തിൽ ഒരു 8 മാസം കൊണ്ട് പീഡിപ്പിക്കുന്നു എന്ന് ഞങ്ങൾ ഇപ്പോഴാണ് വാർത്തയിലൂടെയാണ് ഞങ്ങൾ തന്നെ അറിയുന്നത്.
അവൻ അത്തരത്തിൽ അവിടെ എന്തെങ്കിലും സംഭവം നടന്നതായിട്ടോ ഒന്നും വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുമില്ല. അതെല്ലാം തമാശ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെ ബർത്ത്ഡേക്ക് ചേട്ടന്മാര് ഡ്രസ്സ് ഊരിയിട്ട് നിൽക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ പറയും ചെന്ന് സിഗരറ്റും സ്നാക്സും വാങ്ങിച്ചു, അവർക്ക് മദ്യപിക്കാൻ വേണ്ടി സ്നാക്സ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അതേപോലെ സിഗരറ്റും സ്നാക്സും വാങ്ങിക്കൊണ്ട് കൊടുത്തു. എന്റെ സുഹൃത്തുക്കൾക്ക് ഫുഡും കഴിക്കേണ്ട ആവശ്യമായ ഫുഡും വാങ്ങിക്കൊടുത്തു. ഈ കാര്യമാണ് ബർത്ത്ഡേയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ള കോളേജിലെ ഒരു കാര്യവും അവൻ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്നെന്നോ എന്നും പറയുന്നില്ല. ചേട്ടന്മാർക്കൊക്കെ എപ്പോഴും ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ്. അപ്പൊ അവൻ ഈ കാര്യങ്ങൾ വീട്ടിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, എന്താണെന്ന് അറിയില്ല. അവൻ ഇതുവരെയും ഈ കാര്യങ്ങൾ ഞങ്ങളെ ധരിപ്പിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ നേരത്തെ സാർ ചോദിച്ചില്ല, ഈ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് ഞങ്ങളും ഈ കേസിന്റെ ഇതിന്റെ CBIക്ക് വിടാത്തതിന്റെ കാരണം തിരക്കി ഞങ്ങൾ സെക്രട്ടേറിയറ്റ് കയറി ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സമുദായ സംഘടന നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ധൈര്യപ്പെട്ട് നമ്മൾ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു, ഇന്ന സ്ഥലത്ത് അയച്ചിരിക്കുന്നു എന്നുള്ള മറുപടിയാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതിൽ നിന്നും പിന്നീടാണ് അറിയുന്നത് ഇത് SP വയനാടിന് അയച്ചു, പിന്നെ DYSPക്ക് അയച്ചു. ഇങ്ങനത്തെ ഒരു ഫോർമാറ്റ് ഇതിലുണ്ടോ എന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പോ അറിയാൻ കഴിഞ്ഞതാണ് അതിന്റെ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെന്ന രീതിയിൽ 3 പേരെ സസ്പെൻഡ് ചെയ്തുവെന്ന്. പക്ഷേ ഈ 9-ാം തീയതി നടന്ന സംഭവം, 9-ാം തീയതി പ്രഖ്യാപിച്ച ഈ കാര്യം ഇത്രയും ദിവസം ഡിലേ വന്നതിൽ ഈ 3 ഉദ്യോഗസ്ഥർ മാത്രമായിരിക്കുമോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും എവർക്ക് മുകളിലും കുറച്ചുപേരുടെ സാന്നിധ്യം നമുക്ക് എന്തായാലും ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പൊ ആ തലത്തിലും ഈ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ നമ്മുടെ സമര പരിപാടികൾ, ഞങ്ങൾ ഈ പ്രതിരോധം, ഈ 33 കുട്ടികളെ പിൻവലിച്ചതിനോടൊപ്പം തന്നെയാണ് ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് ഇറങ്ങുകയും ഈ ഒരു മാധ്യമ ശ്രദ്ധ വീണ്ടും തിരിച്ചു കൊണ്ടുവരികയും സമരത്തിലേക്ക് ക്ലിപ്പ് ഹൗസിന്റെ മുന്നിൽ സമരത്തിന് ഇരിക്കുമെന്നുള്ള പ്രഖ്യാപനങ്ങളും വന്നപ്പോൾ സർക്കാരിലേക്ക് കുറച്ചുകൂടെ പ്രഷർ വരികയും ഉടനെ ഇതിന് നടപടി എടുക്കണമെന്ന തോന്നലായിരിക്കാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തിൽ ഇടപെടേണ്ടി വന്നത്. ചിലപ്പോൾ അദ്ദേഹത്തിന് മറ്റ് നേരത്തെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കാം, അതോ അതിനെക്കുറിച്ച് അറിവില്ലായ്മോ എന്നോ എനിക്ക് അറിയില്ല. എന്നിരുന്നാലും അദ്ദേഹം ഇപ്പോഴത്തെ ഈ ഇടപെടൽ നടത്തി ഉടനെ തന്നെ അടിയന്തരമായിട്ട് CBIക്കുള്ള ഫോർമാറ്റും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത കാര്യങ്ങളും അയക്കാൻ നടപടി സ്വീകരിച്ചു എന്ന് അറിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ 3 പേരെ സസ്പെൻഡും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് എന്തായാലും നല്ലൊരു കാര്യമാണ്. എന്നിരുന്നാലും ഇതിൽ ഈ 3 ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഇതിൽ വീണ്ടും ഉദ്യോഗസ്ഥർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ പറയുന്നത് VC നേരത്തെ പറഞ്ഞ 33 കുട്ടികളെ സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ടുള്ള VCയുടെ നടപടി സാർ നേരത്തെ ചോദിച്ചിരുന്നു. ഞാൻ ഇതിൽ കേട്ടതാണ്, ആ VCയെ ഗവർണർ നിയമിച്ചതാണ്. ആ VCയെ നിയമിച്ച ഉടനെ തന്നെ ആദ്യം വന്നത് വീട്ടിലാണ്. അദ്ദേഹം പറഞ്ഞിട്ട് പോയത് ഞാൻ നിങ്ങൾക്ക് ഉചിതമായ എല്ലാ തീരുമാനങ്ങളും കൈക്കൊള്ളുമെന്നാണ്. അദ്ദേഹം പോയ ഉടനെ ഡീനിനെയും കാതനാഥനെയും സസ്പെൻഡ് ചെയ്തു. പക്ഷേ അദ്ദേഹം ഉടനെ തന്നെ ഒരു പ്രസ്താവന പറഞ്ഞു, ഇത് തൂങ്ങി മരണമാണെന്നുള്ള പ്രസ്താവന. അത് ഹൈലൈറ്റ് ചെയ്ത് പോയില്ല. പിന്നീട് ഇപ്പൊ കാണുന്ന 33 കുട്ടികളുടെ സസ്പെൻഷൻ ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. ഉടൻ തന്നെ ഗവർണർ അദ്ദേഹം വളരെ ശക്തമായി ഇടപെടുകയും അദ്ദേഹത്തിന്റെ അടുത്ത് വിശദീകരണം ചോദിക്കുകയും വിശദീകരണം സംതൃപ്തി അല്ലാത്തതുകൊണ്ട് ഉടനെ തന്നെ ആ സസ്പെൻഷൻ റദ്ദ് ചെയ്യുകയും ഇദ്ദേഹത്തിന്റെ അടുത്ത് രാജി ആവശ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹം അത് അപ്രകാരം രാജി വയ്ക്കുകയും ചെയ്തു. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇദ്ദേഹത്തിന് 33 പേരുടെ ലിസ്റ്റ് എങ്ങനെ കൊടുത്തു? അദ്ദേഹം ചോദിച്ചില്ല. അദ്ദേഹത്തിന് കൊടുത്തത് എന്തായാലും ഇപ്പോഴത്തെ നിലവിൽ ചാർജുള്ള ഡീനായിരിക്കും. ആ ഡീനിന് എവിടുന്ന് ഈ പ്രഷർ ഉണ്ടായി? അപ്പോൾ എന്തായാലും ഉദ്യോഗതലത്തിൽ ഭരണപരമായ എന്തെങ്കിലും പ്രഷർ ഈ കുട്ടികളെ ഒഴിവാക്കി കൊടുക്കാൻ അവരുടെ രക്ഷകർത്താക്കളുടെയോ മറ്റുള്ള ഉന്നത ബന്ധങ്ങളുടെ ഫലത്തിൽ ഈ ഡീന് പ്രഷർ ഉണ്ടാവുകയും ഡീനിന് സമ്മർദ്ദത്തിന്, ഡീനും ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളാണ്, അപ്പൊ അവരുടെ സമ്മർദ്ദം VCയിലേക്ക് വരികയും അത്തരത്തിലാണ് VC ഈ നടപടി എടുക്കുകയും ഇപ്പോൾ VCയുടെ അടുത്ത് ഗവർണർ ആവശ്യപ്പെടുകയും രാജിവെക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ മുഴുവനും കാര്യങ്ങളും നമുക്ക് സംശയദൃഷ്ടിയോട് മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്നാണ് ഇപ്പൊ പറയാനുള്ളത്. ശരി, അതായത് പൂക്കോട് എന്ന് പറയുന്ന ഈ സർവകലാശാല ഒരു വെറും സർവകലാശാലയല്ല. അവിടെയുള്ള എല്ലാവരെയും സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന ശക്തികളോടെ പ്രവർത്തിക്കുന്നു. സെക്രട്ടേറിയറ്റിൽ വരെ അതിൻ്റെ കണ്ണികൾ വേണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. അദൃശ്യമായ കണ്ണികൾ പ്രവർത്തിക്കുന്നു. അവരുടെ ഇടപെടലാണ് ഇന്നുവരെ ശക്തമായി നിന്നിരുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ട്. ഇനി തുടർ നടപടികളുടെ ഭാവി എന്താണ് എന്ന കാര്യവും
വരും ദിവസങ്ങളിലെ കാത്തിരുന്ന് കാണാൻ കഴിയും. ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ പ്രിയദർശൻ തമ്പി പറയുന്നുണ്ടായിരുന്നു ഈ കാര്യത്തിൽ CBI വരുന്നത് വഴി എന്തെങ്കിലും ഒരു തെളിവ് നശിപ്പിക്കൽ എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന്. മാത്രമല്ല ശാസ്ത്രീയമായ പരിശോധനാ റിപ്പോർട്ടുകളുമൊക്കെ ഉണ്ട് ഇതിന് ബലമേകാനെന്ന്. അതിനുള്ള മറുപടി അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാചകം കൂടി ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഈ സിദ്ധാർത്ഥൻ്റെ അമ്മ അത്തരത്തിൽ ഇങ്ങനെ അന്വേഷണം പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു ഹാപ്പി ആയിരിക്കുമെന്ന്. ആ അമ്മയുടെ സംസാരം കേട്ടിട്ട് എങ്ങനെയാണ് പ്രിയദർശൻ തമ്പിക്ക് അങ്ങനെ സംസാരിക്കാൻ തോന്നിയെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ഒരു ക്രിമിനൽ വക്കീലാണെന്ന് സ്വയം അവകാശപ്പെടുമ്പോൾ ക്രിമിനൽ വക്കീൽമാരൊക്കെ SFIക്കാരേക്കാൾ വലിയ ക്രിമിനൽ മൈൻഡോട് കൂടി ഇത്തരം സാഹചര്യങ്ങളെ കാണരുത് എന്നോട് അഭ്യർത്ഥനയുണ്ട്. ഇവിടെ CBI വരുമ്പോൾ തെളിവുകൾ നശിപ്പിക്കപ്പെടും എന്നുള്ള നിരീക്ഷണം ശരിയല്ല. അതിനു മുമ്പ് ഓൾറെഡി കേരള പോലീസിൻ്റെ അനാസ്ഥ മൂലം തെളിവുകൾ നശിപ്പിക്കപ്പെടുന്ന നിരവധി സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ അതിൻ്റെ ഗോൾഡൻ അവേഴ്സിൽ നടക്കേണ്ട കണ്ടെത്തലുകൾ, തെളിവുകൾ ശേഖരണം, മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നതിൽ പോലീസിന് അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട്. ഇനി CBIക്ക് കൊടുത്തുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് 9-ാം തീയതിയാണ്. 16-ാം തീയതിയാണ് ഇത് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് അയച്ചു കൊടുത്തത്. അവിടെ ഒരാഴ്ച വൈകിട്ടുണ്ട്. അതിനുശേഷം 26-ാം തീയതിയാണ് പെർഫോമ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും 17 ദിവസം വൈകുന്നു. ഈ വൈകലൊക്കെ ഇതിനിടയിൽ VC ആയിട്ട് ചുമതല ഉണ്ടായിരുന്ന ആൾ അവിടുത്തെ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിക്കുന്നു. ഇതിനിടയിൽ SFIക്കാർക്കും ഇടത് അധ്യാപക സംഘടനാ നേതാക്കന്മാർക്കൊക്കെ ക്യാമ്പസിൽ നിർബാധം കയറി ഇറങ്ങി നടന്ന് തെളിവ് നശിപ്പിക്കാനും സാക്ഷികളാകാൻ സാധ്യതയുള്ള കുട്ടികളെയൊക്കെ അവരെ ഭീഷണിപ്പെടുത്തിയും അല്ലാത്ത രീതിയിലും വശംവദരാക്കി സാക്ഷികൾ അല്ലാതാക്കാനുള്ള സാഹചര്യം ഒക്കെ അവിടെ ഉണ്ട്. ഇതെല്ലാം പോലീസിൻ്റെയും കേരളത്തിലെ സർക്കാരിൻ്റെയും ആ ക്യാമ്പസിലെ മാനേജ്മെൻറ്റിൻ്റെയൊക്കെ കുറവ് കൊണ്ട്, അവരുടെ അനാസ്ഥ കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒത്താശയോടെ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ SFIക്ക് വേണ്ടിയിട്ട് SFIക്കാർ CPMന്റെ കൂലിപ്പട്ടാളമാണ്. CPMന് വേണ്ടിയിട്ട് രക്ഷാപ്രവർത്തനം. ശരി മറ്റു അതിഥികൾ കൂടി അവസരം കൊടുക്കൊണ്ട് തന്നെ ഇടപെടുകയാണ്. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഇവിടെ ഇപ്പോൾ ഈ കാര്യങ്ങൾ മുഴുവൻ അറിയാമല്ലോ. 2 വിദ്യാർത്ഥികൾ, അതും കേരളത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികളായതുകൊണ്ടാണ് അപ്പോഴും അവർ പേടി കാരണം പേര് പറയാതെ ഈ പറയുന്ന UGCയുടെ ആൻറ്റി റാഗിംഗ് സ്ക്വാഡിന് ഇതിൻ്റെ മൊഴി നൽകുന്നത് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകുന്നത്. ഈ ഡീനും അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് ഈ പറയുന്ന വാർഡനുമൊക്കെ അവിടെ നിന്ന് ഈ കുട്ടികളോട് എന്ത് പറയരുത് എന്ന് ശാസിച്ചുകൊണ്ട് പറയുകയാണ്. പോലീസിന് മൊഴി കൊടുക്കുമ്പോഴും ഈ രൂപത്തിൽ തന്നെയുള്ള സമ്മർദ്ദം വരുന്നുണ്ട്. ഒരു കുക്ക് രാജിവെച്ച് പോകുന്നു, സെക്യൂരിറ്റി മൊഴി കൊടുക്കാൻ തയ്യാറാകുന്നില്ല, അധ്യാപകരിൽ ഭൂരിഭാഗവും മൊഴി കൊടുക്കാൻ തയ്യാറാകുന്നില്ല. 2019-ലെയും 2021-ലെയും കാര്യമൊന്നും ആരും അറിഞ്ഞിട്ടില്ല എന്നാണോ? 8 മാസത്തെ കഥകൾ ആരും അറിഞ്ഞിട്ടില്ല എന്നാണോ? അപ്പോൾ നിരന്തരമായ സമ്മർദ്ദം വരികയാണ്. 33 പേരുടെ സസ്പെൻഷൻ റദ്ദാക്കുന്നതടക്കം ഗവർണർ നിയോഗിച്ച VC വരെ സമ്മർദ്ദത്തിന് വിധേയമാകുന്ന ഒരു തുടർ പ്രക്രിയ നടക്കുന്നുണ്ട്. ഇതൊക്കെ അന്വേഷണത്തെ ഗുണകരമായി സഹായിക്കുന്ന ഘടകങ്ങളായി താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഇതെല്ലാം അന്വേഷിക്കണം. കാരണം ഈ സമഗ്രമായ അന്വേഷണം നടക്കുമ്പോൾ ഇതെല്ലാം അന്വേഷിക്കണം. അല്ലാതെ നമ്മൾ നാരോ മൈൻഡഡ് ആയിട്ട് ചിന്തിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ഇവിടെ ക്ഷീരമുള്ളവർ അകടും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൊതുകം എന്ന് പറയുന്നത് പോലെ അത്തരത്തിലൊരു പൊളിറ്റിക്കൽ വ്യൂ ഇതിനകത്ത് എടുക്കേണ്ട, ഷിൻഡോ ജോൺ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ വ്യൂ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് എല്ലാം അന്വേഷിക്കണം, സമഗ്രമായി അന്വേഷിക്കണം. സമഗ്രമായി അന്വേഷിച്ചിട്ട് യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അതുതന്നെയാണ്. കാരണം തെളിവുകൾ കൊണ്ടുവരണം. യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. അക്കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. കാരണം ഇത് വളരെ ദാരുണമായ സംഭവമാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകൾ ഒരു കാരണവശാലും ഇനി ആവർത്തിക്കാൻ പാടില്ല. ശരി, ക്യാമ്പസുകളിൽ ഇത് ആവർത്തിക്കാൻ പാടില്ല എങ്കിൽ അത് ഏറ്റവും ജാഗ്രതയോടെ അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട സംവിധാനമാണ് സർക്കാർ. അങ്ങനെ ജാഗ്രതയോടെ സർക്കാർ പ്രവർത്തിച്ചോ എന്നത് സംശയാസ്പദമായ സാഹചര്യമാണ് ഇന്നും നിലനിൽക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന സർക്കാർ പറയുന്നു CBI വരട്ടെ, സിദ്ധാർത്ഥന്റെ കുടുംബം ആഗ്രഹിക്കുന്നത് പോലെ നേരറിയാൻ കഴിയട്ടെ. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻകൗണ്ടർ അവസാനിക്കുന്നു.